അടൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ AR ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ബാങ്ക് മുൻ പ്രസിഡന്റ് പൊൻതാമരപിള്ള. മുൻ പ്രസിഡന്റായിരുന്ന രവീന്ദ്രന് 2 മക്കളാണ് AR ഓഫീസിലെ ഓഡിറ്റർമാർ. കുറ്റക്കാരെ പാർട്ടി താക്കീത് ചെയ്ത് വിടുമെന്നും പൊൻതാമരപിള്ള 24 പറഞ്ഞു. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. അടൂർ സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതിനു പിന്നിൽ മുൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലത്തെ പ്രസിഡന്റായിരുന്ന പൊൻതാമരപിള്ള പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. പൊൻതാമരപിള്ള 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ പ്രസിഡന്റായിരുന്ന ആ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടക്കുന്നു. ഈ ക്രമക്കേടുകൾ തുറന്നു പറയുന്നു. അപ്പോൾ അതാരും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ AR ഓഫീസിൽ നിന്ന് ആരും അറിയാതെ ഇത്രയും രൂപയുടെ ക്രമക്കേട് നടക്കുമോ? ജോയിന്റ് രജിസ്ട്രാർക്കൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അന്വേഷണം AR ഓഫീസിലേക്ക് വിട്ടു. AR ഓഫീസ് AR സഹിതം അന്ന് ബാങ്കിൽ ആ പരിശോധനയ്ക്ക് വന്നു. ARൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ 75 ലക്ഷം രൂപ അവിടെ ഇല്ല എന്ന് വ്യക്തമായിട്ടോ. അതിനുശേഷം അന്ന് കൂടിയ കമ്മിറ്റി തന്നെ അത് ശരിക്കും ഇരുന്ന എല്ലാവർക്കും തന്നെ ബോധ്യമായ കാര്യമാണ് ആ 75 ലക്ഷം രൂപയുടെ അവിടെ കുറവ് കണ്ടെത്തിയത്. ആ കണ്ടെത്തിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തിയിരുന്നോ? അത്തരം പരിഹാരങ്ങളൊന്നും വന്നില്ല. കാരണം ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ പ്രസിഡന്റിൻ്റെ 2 മക്കളാണ് AR ഓഫീസിലെ നമ്മുടെ ഓഡിറ്റ് ഇൻസ്പെക്ടർമാരായിട്ട്. ഈ പറയുന്ന കുറ്റക്കാരെ AR ഓഫീസിൽ നിന്ന് പൂർണ്ണമായിട്ട് സംരക്ഷിക്കുകയാണ് AR ഉൾപ്പെടെ. CPM-ന്റെ ജില്ലാ നേതൃത്വം അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഈ സംഭവത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം പൊൻതാമരപിള്ള നടത്തിയിരുന്നോ? അവിടെ വന്നിട്ടുള്ള പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞാനെല്ലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. അവരെ താക്കീത് ചെയ്ത് കമ്മിറ്റി വിടുന്നത്. പക്ഷെ അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം അവരവരുടെ കളി തന്നെയാണ് കളിക്കുന്നത്. നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ രജിസ്ട്രാർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, സഹകരണ മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ അറിയിപ്പ് എനിക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ടെത്താം എന്നെനിക്ക് അറിയിപ്പ് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പൊൻതാമരപിള്ള നടത്തുന്നത്. കൃത്യമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനകത്ത് AR ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പൊൻതാമരപിള്ള പറയുകയും ചെയ്യുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.